നമസ്കാരം. ഇനിയൊരൊറ്റ ദിവസം കൂടിയേ ഉള്ളൂ 18ാം ലോകസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ. നാളെ മുതൽ നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. ഇന്നത്തോടെ എല്ലാ പ്രചാരണങ്ങളും അവസാനിക്കുകയാണ്. ജൂൺ 1-ാം തീയതി വരെ ഏകദേശം 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന 7 ഘട്ടങ്ങളിലായുള്ള വോട്ടെടുപ്പിന് ശേഷം ജൂൺ 4-ാം തീയതി ഇന്ത്യ ആര് ഭരിക്കുമെന്ന് നമുക്കറിയാൻ കഴിയും. ഈ 1.5 മാസക്കാലത്തെ വോട്ടെടുപ്പ് പ്രക്രിയയിൽ BJPക്കും നരേന്ദ്രമോദിക്കും പലപ്പോഴും അവരുടെ തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. 2024 ദേശീയ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായി മാറാനുള്ള സാഹചര്യം ഒട്ടും തന്നെയില്ല. കാരണം 2014 2019 സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അതിൽ 2014 എടുത്തു പറയേണ്ട ഒരേ ഒരു ഘടകം അത് മോദി തന്നെയാണ്. മോദി എന്ന വലിയൊരു പ്രതിച്ഛായ രൂപപ്പെട്ടു വരികയും ആ പ്രതിച്ഛായ പൂർണ്ണമായും പിന്തുടരുന്ന ഒരു ജനഭാഗം മോദിയെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ 2014 മോദി എന്ന ആ ഒരൊറ്റ ചിത്രത്തിൽ BJP സിംഗിൾ പാർട്ടി ഭൂരിപക്ഷം നേടുകയും ചെയ്തു. ഈ ഒരൊറ്റ ഘടകമാണ് 2014 നടപ്പിലായത്. ഇനി 2019 കാര്യം നോക്കുമ്പോൾ പുൽവാമ ദുരന്തം BJPക്ക് മറ്റൊരു ഭൂരിപക്ഷം കിട്ടാനുള്ള ഫാക്ടറാണത്. അങ്ങനെ നോക്കുമ്പോൾ 2014 2019 ഏകപക്ഷീയമായാണ് BJP വിജയിച്ചിരിക്കുന്നത്. എന്നാൽ 2024 നരേന്ദ്രമോദിക്കും BJPക്കും അങ്ങനെ ഒരു ഫാക്ടറേ ഇല്ല. ഒരൊറ്റ ഘടകത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റ് 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതെല്ലാം ഗൗരവത്തോടെ കണക്കിലെടുക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കാനിരിക്കുന്നതെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാറാം പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ BJP വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുമെന്ന പ്രഖ്യാപനമാണ്. ഇത്തരത്തിൽ ആത്മവിശ്വാസം പകരുന്ന രീതിയിലാണ് BJPയിലെ ഓരോ നേതാക്കന്മാരും അവസാനത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. ഏറ്റവും ഒടുവിൽ പ്രസംഗിച്ച നരേന്ദ്രമോദി പറഞ്ഞത് 400 സീറ്റുകളുമായി ഞങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണെന്നാണ്. എന്നാൽ അങ്ങനെ പറയാൻ BJPക്ക് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് മോദി പുതിയ തന്ത്രങ്ങൾ പയറ്റി നോക്കുന്നത്. ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ നരേന്ദ്രമോദി വ്രതമെടുത്ത് തുടങ്ങുകയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുവാനും അതിൻ്റെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നത്. ഇതുമാത്രമല്ല, രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തി കടന്നുപോകുന്ന ഒരു തീർത്ഥാടകനായിട്ടൊക്കെ നമ്മൾ മോദിയെ കാണുന്നുണ്ട്. അതിനുശേഷം ജനുവരിയിൽ അയോധ്യ ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ BJP ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയും അതിനനുസരിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും 400 സീറ്റ് ഉറപ്പാക്കുകയും ചെയ്യുന്നു. എന്നാലും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ പല വിധത്തിലും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. BJP 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് വിലക്കയറ്റം. വീട്ടുചെലവുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ രാജ്യത്തിപ്പോൾ അതിരൂക്ഷമായിരിക്കുകയാണ്. ഈ 2 പ്രശ്നങ്ങളെയും പോലെ തന്നെയാണ് കാർഷിക പ്രശ്നവും. ഇത്തരത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയപരവുമായ പ്രശ്നങ്ങൾ നിലനിൽക്കെ BJPക്ക് ഒരിക്കലും ഏകപക്ഷീയമായ നിലയിൽ കാര്യങ്ങളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വൈകാരികമായി ഹിന്ദുത്വ വികാരത്തെ ഉണർത്തിവിടുന്ന ഒന്നും തന്നെ ഇനി BJPയുടെ പാളയത്തിൽ അവശേഷിക്കാത്തത് കൊണ്ട് തന്നെ ജീവൽഗന്ധിയായ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്.